വെൽക്കം ടു ചിന്നൂസ് ചെറി പിക്സ്. നമുക്കിന്ന് തേങ്ങ അരച്ച ചെമ്മീൻ കറി അല്ലെങ്കിൽ കൊഞ്ച് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പലപ്പോഴും മാങ്ങ വീട്ടിലിരിപ്പില്ലെങ്കിൽ നമ്മൾ ഈ കറി വേണ്ടാന്ന് വെച്ചിട്ട് തീയലോ മറ്റോ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ മാങ്ങ ഇല്ലാതെ തന്നെ നമുക്ക് അതേ ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് തേങ്ങ അരച്ച ചെമ്മീൻ കറി ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം അരപ്പ് അരച്ചെടുക്കാം. അതിനായിട്ട് നല്ല ഫ്രഷ് തേങ്ങ അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 7-8 വലിയ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ആദ്യമേ ചേർത്താൽ അവിടെയൊക്കെ തെറിച്ചു പോവും. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് ഈ ഒരു പരുവത്തിന് നന്നായി അരച്ചെടുക്കുക. നമുക്കിനി ഇത് കറി വെക്കുന്ന ചട്ടിയിലേക്ക് മാറ്റാം. നമുക്കിനി ഇതിലേക്ക് മുരിങ്ങയ്ക്ക വൃത്തിയാക്കി കീറിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയ തക്കാളി ക്യൂബ്സായി അരിഞ്ഞത്, പിന്നെ എരിവുള്ള 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഇഴിപുളി ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ളത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതാണത്. ഇതോടൊപ്പം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലുള്ള നാര് അല്ലെങ്കിൽ അഴുക്കെടുത്ത് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ കറിയിൽ മാങ്ങ ഇടാത്തതുകൊണ്ട് തന്നെ തക്കാളിക്ക് പുറമേ ആയിട്ട് പുളിവെള്ളം കുറച്ച് അധികമായിട്ട് ചേർക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ ആ ഒരു കറക്റ്റ് പുളിയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് അടുപ്പത്ത് വെക്കാം. ഒരു 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചൊരു 3 മിനിറ്റ് വേവിക്കാം. അത് കഴിഞ്ഞ് തുറന്ന് നമുക്ക് അതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പുളി നല്ല മുന്നിൽ നിൽക്കണം. കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പുളി ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാങ്ങ ഇടാത്തതുകൊണ്ട് തന്നെ നമുക്ക് പുളിവെള്ളം കുറച്ച് കൂടുതലായിട്ട് വേണം. അതുപോലെ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പിട നോക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കൊഞ്ചിനൊക്കെ നമ്മൾ ആദ്യമേ തന്നെ ഒരുപാട് ഉപ്പിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കറി ഇവിടെ ഒരു മീഡിയം ഫ്ലെയിമിലിരുന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വറ്റി വരട്ടെ. നമ്മുടെ ചാനലിൽ പ്രോൺസിൻ്റെ അല്ലെങ്കിൽ ചെമ്മീൻ്റെ ഒരുപാട് വേറെയും റെസിപ്പികളുണ്ട്. പ്രോൺസ് ബിരിയാണിയുടെയും വറുത്തരച്ചതും റോസ്റ്റും ഒക്കെ. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. നമ്മുടെ കറി ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു ചെറിയ പാനിൽ വെളിച്ചെണ്ണ ചേർത്ത് കടുകിട്ട്, ഉലുവ ഇട്ട്, വറ്റൽമുളകിട്ട്, പിന്നെ കൊച്ചുള്ളിയും കറിവേപ്പിലയും ചേർത്ത് ഒരു ബ്രൗൺ നിറമാവുന്നവിടെ വരെ വാട്ടിയെടുക്കാം. എല്ലാവർക്കും അറിയായിരിക്കും എങ്ങനെയാണ് കടുക് വറുത്ത് താളിക്കുന്നതെന്നുള്ളത്. നമുക്കിനി ഇത് കൊഞ്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയാകുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി തേങ്ങ അരച്ച ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിരിക്കുവാണ്. നമ്മുടെ ചോറിൻ്റെയും കുറച്ച് പുളിശ്ശേരിയുടെയും ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ല്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ.